കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസ സഹായമായി സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുന്ന പദ്ധതിയായതിനാൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകം മറ്റേതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സാമ്പത്തിക സഹായം ലഭ്യമാകുന്നതാണ്. മഞ്ഞ പിങ്ക് കാർഡുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിമാസം 1000 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT സംവിധാനത്തിലൂടെയാണ് എത്തുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന കാര്യം അടുത്ത ഗഡു എപ്പോൾ, അപേക്ഷ എപ്പോൾ അംഗീകരിക്കും, കുടിശ്ശിക ലഭിക്കുമോ, തുക വർദ്ധിപ്പിക്കുമോ എന്ന വിഷയങ്ങളാണ്. സർക്കാർ വശത്ത് നിന്ന് വരുന്ന ഓരോ ചെറിയ അറിയിപ്പുകളും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് പദ്ധതിയുടെ തുടക്കത്തിൽ ഏകദേശം 10 ലക്ഷം അപേക്ഷകരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് 18 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ മലപ്പുറം ജില്ലയിലാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയും ഉയർന്ന അപേക്ഷകളുള്ള ജില്ലകളിൽ ഉൾപ്പെടുന്നു. നിരവധി അപേക്ഷകൾ പരിശോധനാ ഘട്ടത്തിലാണ്. രേഖകൾ ശരിയായി സമർപ്പിക്കാത്തതോ ബാങ്ക് വിവരങ്ങളിൽ പിഴവുകളോ ഉള്ളവരുടെ അപേക്ഷകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പല കുടുംബങ്ങൾക്കും ഈ 1000 രൂപ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൊഴിൽ ഇല്ലാത്ത വീട്ടമ്മമാർ, ഭർത്താവിന്റെ വരുമാനം മാത്രം ആശ്രയിക്കുന്ന സ്ത്രീകൾ, കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ എന്നിവർക്ക് ഈ പദ്ധതി ഒരു സാമ്പത്തിക കരുതലായി മാറുന്നു. ചെറിയ ചെലവുകൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന കുടുംബങ്ങളിൽ ഈ തുക വലിയ സഹായമാണ്. നിരവധി പേർ അഭിപ്രായപ്പെടുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതാണ്. വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന നിരവധി സ്ത്രീകൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്കായി പോലും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പദ്ധതിയിലൂടെ ഓരോ മാസവും അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതോടെ അവർക്ക് ചെറിയ തോതിലെങ്കിലും സാമ്പത്തിക ആത്മവിശ്വാസം ലഭിക്കുന്നു. അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നിരവധി സംശയങ്ങളുണ്ട്. സ്മാർട്ട് പോർട്ടലിലൂടെയാണ് പ്രധാനമായും അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ആധാർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, വയസ്സ് തെളിയിക്കുന്ന രേഖകൾ എന്നിവ നിർബന്ധമായും ചേർക്കേണ്ടതുണ്ട്. അപേക്ഷ നൽകിയ ശേഷം പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിൽ പരിശോധന നടക്കും. പിന്നീട് അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് പെൻഷൻ അനുവദിക്കുക. പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത അക്കൗണ്ടുകൾ, DBT സജ്ജമല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ, പേരിൽ വ്യത്യാസങ്ങൾ എന്നിവ കാരണം പലർക്കും തുക ലഭിക്കാൻ വൈകുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷൻ വിതരണത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പലപ്പോഴും വൈകല്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷനും അതിന്റെ സ്വാധീനത്തിൽ പെടുന്നുവെന്നാണ് പലരും പറയുന്നത്. എന്നിരുന്നാലും സർക്കാർ ഘട്ടം ഘട്ടമായി വിതരണം തുടരുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നിരവധി സ്ത്രീകൾക്ക് ആദ്യഘട്ട ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ചിലരുടെയൊക്കെ അപേക്ഷ ഇപ്പോഴും വെരിഫിക്കേഷൻ പെൻഡിംഗ്, അതുപോലെ അപ്രൂവ്ഡ് വെയിറ്റിംഗ് പേയ്മെന്റ്, ഡോക്യുമെന്റ് മിസ്മാച്ച് തുടങ്ങിയ സ്റ്റേറ്റസുകളിലാണ് കാണുന്നത്. ഇത്തരക്കാർ പഞ്ചായത്തിൽ നേരിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനിടയുള്ള ചില കാരണങ്ങളും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ, സർക്കാർ ജോലിയുള്ളവർ, EPF പെൻഷൻ ലഭിക്കുന്നവർ, കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയവർ ഈ പദ്ധതിയിൽ അർഹതയില്ല. തെറ്റായ വിവരങ്ങൾ നൽകി തുക കൈപ്പറ്റിയാൽ പലിശ സഹിതം തിരികെ ഈടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതോടെ നിരവധി വീട്ടമ്മമാർ ആദ്യമായാണ് സർക്കാർ ക്ഷേമ പദ്ധതികൾ നേരിട്ട് ഉൾപ്പെടുന്നത്. മുമ്പ് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ മാത്രമായിരുന്നു കൂടുതൽ ശ്രദ്ധ. എന്നാൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സാധാരണ സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതി വന്നത് വലിയ സാമൂഹിക മാറ്റമായി പലരും വിലയിരുത്തുന്നു. പെൻഷൻ ലഭിക്കുന്നവർ നിർബന്ധമായി മസ്റ്റിംഗ് ചെയ്യണമെന്ന കാര്യം വളരെ പ്രധാനമാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന സമയത്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അക്ഷയ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവ വഴി മസ്റ്റിംഗ് സമയത്ത് പൂർത്തിയാക്കിയിരിക്കണം. ഇപ്പോൾ നിരവധി സ്ത്രീകൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം കുടിശ്ശികയാണ്. അപേക്ഷ അംഗീകരിക്കാൻ വൈകിയാൽ പഴയ മാസങ്ങളുടെ തുക ഒരുമിച്ച് ലഭിക്കുമോ എന്നതാണ് സംശയം. ചിലർക്ക് മുൻമാസങ്ങളിലെ കുടിശ്ശിക പിന്നീട് ഒരുമിച്ച് ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഒരേ രീതിയല്ല. അപേക്ഷ അംഗീകരിച്ച തീയതി, പരിശോധന പൂർത്തിയായ സമയം തുടങ്ങിയവ അനുസരിച്ചാണ് പലപ്പോഴും വിതരണം നടക്കുന്നത്.
സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിൽ ഭാവിയിൽ അപേക്ഷ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയുണ്ട്. കെ-സ്മാർട്ട് പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ വഴി വീട്ടിലിരുന്ന് അപേക്ഷ നൽകാൻ കഴിയുന്നത് വലിയ സൗകര്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഡിജിറ്റൽ ബുദ്ധിമുട്ടുകൾ കാരണം പലർക്കും അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള പദ്ധതിയാണെന്ന് നിരവധി സാമൂഹിക പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേകിച്ച് കുടുംബ ചിലവുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ചെറിയ തുകയാണെങ്കിലും ഇത് സ്ഥിരമായ ഒരു സഹായമാകുന്നു. ഭാവിയിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഇനിയും ഉയരാനാണ് സാധ്യത. നിരവധി അപേക്ഷകൾ ഇപ്പോഴും പരിശോധനയിലാണ്. പുതിയ അപേക്ഷകളും തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കുമോ, തുക വർദ്ധിപ്പിക്കുമോ എന്ന കാര്യങ്ങൾ വരും മാസങ്ങളിൽ ശ്രദ്ധേയമാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഓരോ ഗുണഭോക്താവും ചെയ്യേണ്ട കാര്യങ്ങൾ ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. റേഷൻ കാർഡ് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. അപേക്ഷാ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കുക. മസ്റ്ററിംഗ് സമയത്ത് നിർബന്ധമായും പങ്കെടുക്കുക. പഞ്ചായത്തിൽ നിന്ന് വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. സ്ത്രീ സുരക്ഷാ പദ്ധതി ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല, കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങളിൽ ഇപ്പോൾ ഓരോ മാസവും ഈ തുക എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഭാവിയിൽ പദ്ധതിയുടെ പരിധിയും തുകയും വർദ്ധിച്ചാൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് കൂടുതൽ വലിയ ആശ്വാസമാകുമെന്നാണ് പൊതുവായ പ്രതീക്ഷ. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.